വോട്ട് കൊടുക്കില്ല, ആർക്കും കൊടുക്കും. എന്തിനാ ഞാൻ കൊടുക്കണത്? എനിക്ക് പേരും ഇല്ലല്ലോ. എന്റെ തീരുമാനം ഒരു സാധനം തന്നാലല്ലേ ഇവർക്ക് വോട്ട് കൊടുക്കാന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇതൊരു സാധനം ഇല്ലല്ലോ, ഇന്നെങ്ങനെ നമ്മൾ വോട്ട് കൊടുക്കും? ഞാൻ വോട്ട് ചെയ്യണില്ല. ചില കാഴ്ചകൾ നേരിട്ട് കണ്ടാലേ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ആരോടൊരു പരാതി കൊടുക്കണം? മെമ്പർ പറഞ്ഞാൽ മെമ്പർക്ക് പരാതി കൊടുക്കാം. അവൻ തീർന്നു പോലും നോക്കുന്നില്ല. പാസ്സായി വന്ന വീടാണ്, പക്ഷെ ആരോ തട്ടിപ്പറിച്ചെന്ന് ആൾക്കാർ പറഞ്ഞു. മക്കളെ മഴ പെയ്ത അമ്മയുടെ വീട്ടിലാക്കണം. കവുങ്ങ് വീണിട്ട് രാത്രിക്കാം ദൈവത്തിന്റെ ഗുരുത്തം കൊണ്ട് ചത്തില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ കുളിക്കുന്നതൊക്കെ? ഇങ്ങനെ തന്നെ കുളിക്കാം. അഗളി ഗ്രാമപഞ്ചായത്ത് അവര് കൊടുത്തതാണ്. ഞങ്ങളൊരു പാവപ്പെട്ട ആദിവാസാണ്. നിങ്ങളെ കൊണ്ട് സ്വന്തം പൈസ കൊടുത്ത് ഞങ്ങൾ വീട് കെട്ടാൻ പറ്റോ മേഡം? കെട്ടിവെച്ചിരിക്കുന്നത്. ഓ, ഇതിലിപ്പോഴും വെള്ളം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? ചില കാഴ്ചകൾ നേരിട്ട് കണ്ടാലേ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാനുള്ളത് അട്ടപ്പാടിയിലെ മാമന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കണ്ടാൽ അതിദാരിദ്ര്യ വിമുക്തമായ കേരളത്തിന്റെ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. എനിക്ക് ഈ വശത്ത് നിൽക്കുന്ന ഈ വീട്ടിൽ ഒരു ചേച്ചിയും കുടുംബവുമാണ് താമസിക്കുന്നത്. കിടക്കാൻ ഇടം പോലും ഇല്ലാതെ, നല്ല ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു വീട്ടിലാണ് വർഷങ്ങളായി അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ കേരളത്തിന്റെ കാഴ്ച. ഈ വീട്ടിലെ ചേച്ചിക്കൊപ്പം ചേച്ചിയുടെ ഹസ്ബൻഡും 2 മക്കളും താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം സൗകര്യങ്ങളിലാണ് ഇന്ന് നമ്മൾ സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ ജീവിച്ച് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ, അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ലാതെ താമസിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥയിലൂടെയാണ് അട്ടപ്പാടിയിലെ ഒരുപാട് വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഊരുകളിലെ ആളുകളെല്ലാം ഇന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആവശ്യമായ കറണ്ട് പോലും ഇല്ല, ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ഒരു ഫാനോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം ഈ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചേച്ചി, ഈ വീട്ടില് ആരാ താമസിക്കുന്നത് ചേച്ചി? വള്ളി എന്നാണ് ഞങ്ങളോട് വിളിക്കുന്നവരുടെ പേര്. അവന്റെ പേര് മാഷറിന് വേറെ പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. മാഷറിനാണ് കെട്ടിയന്റെ പേര്. പിന്നെ 2 ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ പണിക്ക് പോകാനായ പിള്ളേര് തന്നെയാണ്, തിരിച്ചറിവൊന്നുമല്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുക. കുറെ നാളുകൊണ്ട് ഇവിടെ ഈ ചെറിയ വീട്ടിലാ താമസിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനുള്ളിൽ എങ്ങനെയാ കിടക്കൊക്കെ ചെയ്യുക? എങ്ങനെയാ ചോദിച്ചാല് അവരുടേതായ സാഹചര്യം അനുസരിച്ച് അവർ കഴിയുക. അല്ലാണ്ട് നമുക്ക് അതിനെ പറ്റി എന്റെ വീട് ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം. ഇത് മോളുടെ വീടായി. അപ്പൊ അവരിന്നിപ്പോ ആശുപത്രി പോയിട്ട് വയ്യാത്തൊരു അമ്മയുണ്ട് ഇവിടെ. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ. അപ്പൊ കൂടുതൽ എനിക്ക് ഇവരുടെ വീട് അറിയാൻ പറ്റില്ല, അറിയില്ല. പിന്നെ കൂലിപ്പണിക്ക് പോകുന്നവരാന്നറിയാം. അപ്പോ ഈ വീടിന്റെ ഉടമസ്ഥനായ ശിവൻ ചേട്ടനാണ് നമുക്കിപ്പോ ഉള്ളത്. ശിവൻ ചേട്ടൻ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നത്? 6 വർഷമായി. 6 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ആരൊക്കെയുണ്ട്? ചേട്ടൻ ശിവനും വള്ളി, സിജു, ശിവകുമാർ. 2 മക്കളും ഭാര്യയുണ്ട് കൂടെ അല്ലേ? വീട്ടിലെത്തോണ്ട് താവളത്തേക്ക് പോയിരിക്കുകയാണ്. എന്താ ഈ വേറെ വീടുണ്ടോ നിങ്ങൾ? അത് ഈ ഒരു വീടാണോ? ഈ ഒരു വീടേ ഉള്ളൂ. ഇവിടെ കിടന്ന് ചത്താ ചാകാന്ന് പറഞ്ഞ് ഞങ്ങളുണ്ട്. മക്കളെ മഴ പെയ്ത അമ്മയുടെ വീട്ടിലാക്കണം. ഒരു മരം വീണ് ഇവിടെ, കവുങ്ങ് വീണിട്ട് രാത്രിക്കാ മഴയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തോ ദൈവത്തിന്റെ ഗുരുത്തം കൊണ്ട് ചത്തില്ല. പിന്നെ അത് എണിച്ച് വന്ന് വെട്ടി മാറ്റിട്ടാണ് അന്ന് കിടന്നത്. ഇത്രയും സംഭവിച്ച് ഈ പ്രൊമോട്ടറും ആരും അന്വേഷിക്കില്ല. ഇത്ര കാലമായിട്ട് അവള് വന്നിട്ടില്ല. ഒരു വീടിനോ ഒന്നിനും അപേക്ഷ വെക്കില്ല, ഒന്നും വെക്കില്ല. ചേച്ചി എവിടെയാ ഇവിടെ കുളിക്കാനും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനൊക്കെ സൗകര്യങ്ങളുണ്ടോ? ഞാൻ എഴുതി കൊടുത്തു. ഈ പഞ്ചായത്തിനൊക്കെ എഴുതി കൊടുത്തു. തരാന്ന് പറഞ്ഞു, തന്നില്ല. പിന്നെ അതിനായിട്ട് ഞാൻ പോയുമില്ല. എത്ര പോകാനാ? പൈസ വേണ്ടേ നടക്കാന്? കുടിവെള്ളവും ഇല്ല. അപ്പൊ വെള്ളത്തിനൊക്കെ എന്താ ചെയ്യുന്നത്? ചാലി പറഞ്ഞ പഞ്ചായത്ത് കൊടുത്തപ്പോ ഇവര് ചേട്ടന്മാരാരും തരില്ലാന്ന് പറഞ്ഞു, കുടിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതിനുമായിട്ട് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു. പഞ്ചായത്ത് കിണർ ഇവിടെ അടുത്തുണ്ട്. പക്ഷെ ഇതിന്ന് വെള്ളം തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് മേലെ കച്ചറയായിട്ട് ഞങ്ങള് കൊല്ലങ്ങളായി, 10-20 മേലെ കൊല്ലങ്ങളായി മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇവര് തരില്ലാന്ന് പറഞ്ഞു. ഞങ്ങള് വഴക്കിനൊന്നും പോണില്ല. ഞങ്ങള് കിട്ടുന്ന വെള്ളം കുടിക്കും, അത്ര തന്നെ. അപ്പൊ ഈ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ എന്താ ചെയ്യാ? കടക്കാനൊക്കെ ഇവിടെ തന്നെ കിടക്കും. ഈ തെരഞ്ഞെടുപ്പൊക്കെ ആവുമ്പോ ആളുകൾ വരാറുണ്ടോ? വോട്ട് ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങള് വോട്ട് കളയണ്ട, ഞങ്ങൾക്ക് പേര് വേണല്ലോ എന്നും പറഞ്ഞ് വോട്ട് കൊടുക്കും.
അതല്ലാതെ വീടിനോ ഒന്നിനായിട്ട് അവര് പിന്നെ തിരിഞ്ഞു നോക്കില്ല. മെമ്പർ പറഞ്ഞു എന്തെങ്കിലും വീട് വീട് പാസ്സായിട്ടുണ്ട്, ലൈൻ മെഷീൻ ആകട്ടെ നിനക്ക് തരാന്ന് പറഞ്ഞു. ഈ പറച്ചലല്ലാതെ അവനൊന്നും പറയില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇതെന്നാ വീടിന് പാസ്സായോ? നിങ്ങൾക്കില്ല, പിന്നെ ഏതോ പറയുന്നുണ്ട് അവർക്ക് കൊടുത്തിട്ടേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയും. അപ്പൊ ഈ കുടിവെള്ളം ചോദിച്ചപ്പോ നിങ്ങൾക്ക് വേണ്ടാത്ത കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അതോടെ കൂടി മെമ്പറെ ഞാൻ ഒന്നിനും വിളിക്കുന്നില്ല. വിളിച്ചാൽ നമ്മുടെ വാക്ക് കേൾക്കില്ല മെമ്പർമാർ. ഇനി ഞാൻ വോട്ട് കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ വോട്ട് കൊടുക്കില്ല. എന്തിനാ ഞാൻ കൊടുക്കണേ? എനിക്ക് പേരും ഇല്ലല്ലോ. എന്തിനും ഒരു സാധനത്തിനും പേരില്ല, ഞാൻ വോട്ട് കൊടുക്കുകയില്ല. എന്റെ തീരുമാനം അതാ. ഒരു സാധനം തന്നാലല്ലേ ഇവർക്ക് വോട്ട് കൊടുക്കാന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇതൊരു സാധനം ഇല്ലല്ലോ, ഇന്നെങ്ങനെ നമ്മൾ വോട്ട് കൊടുക്കും? ഞാൻ വോട്ട് ചെയ്യണില്ല. സർക്കാരിന്റെ ആരെങ്കിലും വരാറുണ്ടോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അന്വേഷിക്കാനോ? പ്രൊമോട്ടറും കൂടി എത്തി നോക്കൂല ഇതുവരെ. ഇങ്ങനെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ആനുകൂല്യം ഞങ്ങൾക്ക് തരില്ല. പിള്ളേർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ എഴുതിയും തരില്ല, പറയൂല. അപ്പൊ സർക്കാരിൽ പരാതിപ്പെടാൻ ശ്രമിക്കായിരുന്നില്ലേ? ഇപ്പൊ ഈ പ്രൊമോട്ടറൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആര് പരാതിപ്പെട്ട ആരാ എടുക്കണേ നമ്മുടെ വാക്ക്? ആരും ഇപ്പത്തെ കാലത്ത് ആരും എടുക്കില്ല. നമുക്ക് വന്നാൽ നമ്മൾ കഷ്ടപ്പെടേണ്ടത് തന്നെ. അവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ ആൾക്കാർക്ക് അവരും ഉണ്ടാക്കി കൊടുക്കും. നമ്മൾക്ക് ആരും ഉണ്ടാക്കാൻ ആരുമില്ല. അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ബുദ്ധി. അവർക്ക് ജോലിയായ അവരുടെ കുടുംബത്തിലും അവരുടെ സ്വന്തക്കാരെ മാത്രം നോക്കാനേ അവർക്ക് പറ്റുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ നന്നാകാനേ അവർക്ക് പാടില്ല. അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെയൊക്കെ ചിന്ത. നമ്മുടെ ചിന്ത പോലെയല്ല എല്ലാവരുടെയും ചിന്ത. നമ്മളെല്ലാവരും നല്ലായിരിക്കണം, നല്ല ജീവിക്കണം, നമ്മളെപ്പോലെ അവരും ജീവിക്കണം ചിന്ത അവർക്കും ഇല്ല. നാട്ട് അവര് എങ്ങനെ പോയാലും നമുക്കെന്താ, നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാവരുടെ ചിന്ത. ചാവുമ്പോ എല്ലാരും ഉണ്ടാവും, എല്ലാ ആൾക്കാരും നോക്കാനും കാണാനും ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ സഹായിക്കാനും ഒറ്റ എണ്ണം ഉണ്ടാവില്ല. റേഷനൊക്കെ കിട്ടുന്നുണ്ടോ? അത് മാത്രം കിട്ടും, പിന്നെ ഒന്നുമില്ല. പിന്നെ അരി കഞ്ഞി കുടിക്കാനും ബാക്കിയുള്ള സാധനങ്ങൾ സമ്പാദിച്ച് നമ്മൾ വാങ്ങുന്നില്ല. അതിന്റെ ഒരു കാര്യമേ ഉള്ളൂ, അരി. അത് എത്രയോ പുണ്യം അത് കിട്ടാൻ. പിന്നെ അല്ലെങ്കിൽ 1 കിലോ അരിക്ക് എത്ര കൊടുക്കണം? അത് 30 കിലോ അരി കഴിഞ്ഞാ ഞാൻ 10-20 കിലോ കടയിൽ നിന്ന് വാങ്ങും. തൊഴിലുറപ്പിന്റെ പൈസ കിട്ടുമ്പോ വാങ്ങി ഞാൻ കഴിക്കും. പള്ളി ചേച്ചിയും കുടുംബവും താമസിക്കുന്ന വീടാണ് നമ്മൾ കണ്ടത്. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ 4 പേരടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. അച്ഛനും അമ്മയും പുറത്ത് കടന്നുകൊണ്ടാണ് തങ്ങളുടെ 2 മക്കളെ ആ വീട്ടിനുള്ളിൽ കടത്താനെങ്കിലും അവർ ശ്രമിക്കുന്നത്. ഇനി 4 പേരടങ്ങുന്ന ഈ കുടുംബം കുളിക്കുന്ന കുളിമുറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിനെ ഒരു കുളിമുറി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയാണ് ഇവര് 4 പേരും കുളിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ അടക്കം താമസിക്കുന്ന ഒരു വീടിന്റെ ബാത്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച സമയത്ത് ഇവർക്കൊക്കെ ആ പൈസ കൊണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത്രയും ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്നു, കുളിക്കാനുള്ള സൗകര്യം, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അട്ടപ്പാടി മാമണയിലെ ഒരു വീടിന്റെ മാത്രം കാഴ്ചയല്ല നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇവിടെയുള്ള ഒട്ടനവധി വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഇവർ എല്ലാവരും താമസിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പറഞ്ഞ് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും. മറ്റൊരു വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അട്ടപ്പാടിയിലെ മാമന ഊരിലുള്ള രംഗൻ ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രംഗൻ ചേട്ടൻ നമസ്കാരം. എത്ര കാലമായി ഈ വീട് വെച്ചിട്ട്? വീട് വെച്ചിട്ട് കുറെ കാലമായി. നമുക്ക് വീടൊന്ന് കണ്ടാലോ? കാണാം. ഇപ്പൊ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ഉള്ളത്? ബുദ്ധിമുട്ട് നമ്മളെ കൂലിപ്പണി പോകും. ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നേ? എല്ലാ പിള്ളേരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം. അപ്പൊ സർക്കാരിനോട് പറഞ്ഞില്ലായിരുന്നോ ഈ വീട് മാറ്റി എഴുതി കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല? കൊറേ വട്ടം ശ്രമിച്ചോ? ഇതൊക്കെ മൊത്തം പോയി കിടക്കാണ്. ഇത് മഴ വെള്ളം താഴെ വീഴാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിലിപ്പോഴും വെള്ളം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇവിടെ കിടക്കാറ്. അപ്പൊ മഴ പെയ്യുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? മഴ അകത്തൊക്കെ നനയും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് ചുരുണ്ട് കിടക്കും. നനയും. അതൊക്കെ വിട്ടിട്ട് ഇച്ചിരി പായൊക്കെ വലിച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥലത്തിൽ ഇറങ്ങും. പക്ഷെ റൂമിൽ ഫാനൊന്നും ഇല്ലല്ലോ? ഇല്ല, ഫാനൊന്നും ഇല്ല.
നല്ല ബുദ്ധിമുട്ടുള്ള ഏത് വീട്ടിലും ഫാനല്ല. ഒരു റൂമിലും ഫാൻ ഇല്ല. ഇല്ല, അപ്പൊ ഇല്ല. ചൂട് ഈ വെയിലത്തൊക്കെ എങ്ങനെയാ? ഓരോ നഗലിലിരിക്കും മരത്തില്. മരത്തിന്റെ ആ, നിഴലില് പോയിരിക്കും. അവിടെ പോയാൽ അങ്ങനെ നമ്മളിരിക്കും. ഇരിക്കും. ആ. അപ്പൊ ഈ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഈ വീട്ടില് ചെറിയച്ഛൻ, ആ. ചെറിയമ്മ, ആ. പിന്നെ ഒരു മോള്. ഒരു മോളുണ്ട്. ഉം. മോൾ എന്താ ചെയ്യണേ? മോള് പഠിക്കുക. പഠിക്കാനല്ലേ? ആ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മോൾ എന്താ 9-ലാണോ പഠിക്കുന്നേ? ഈ ഓ, കുട്ടി ഈ കുട്ടി. ആ. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാനൊക്കെ എങ്ങനെയാ? പഠിക്കാനൊക്കെ അച്ഛൻ പണിക്ക് പോയിട്ട് എന്തെങ്കിലും വന്നു. കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസയില് കുടുംബം ഇങ്ങനെ ജീവിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവാം. ഇവിടെ ഒരു എത്ര ചെലവില്ല. ഓ, പാവപ്പെട്ട രീതി തന്നെ. ബാത്റൂം ഒക്കെ എങ്ങനെയാ? പുറയുണ്ട്. പുറത്താണോ ഉള്ളത്? മഴ പെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാ? മഴ വെച്ചാ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. അവിടെ അപ്പൊ ഇവിടെ നിക്കില്ല. ഇല്ല. അപ്പൊ ഇതാണ് ഈ വീട്ടിന്റെ അടുക്കള. ഈ ഒരു ചെറിയ അടുപ്പിലാണ് ഇത് ഭക്ഷണം പാകം ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ചുമരുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇതൊക്കെ ചോർന്നൊലിച്ചതിന്റെ പാടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു അത്രയും തിങ്ങിയ ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ ഈ ചോർച്ചയും കൂടി ആകുമ്പോ ഇവിടെ പാചകം ചെയ്യാൻ സാധിക്കാതെ മഴക്കാലത്ത് ഇവർ അപ്പുറത്തെ വീട്ടിൽ പോയി പാചകം ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇതിപ്പോ ഏത് വർഷ ചേട്ടാ ഈ വീട് കിട്ടുന്നതൊക്കെ? 2010-2011 കിട്ടിയത് സംസ്ഥാന സർക്കാർ കൊടുത്ത വീടാണ്. പക്ഷെ അന്ന് മുതൽ ഇവിടെ കരണ്ടും അതിനുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. ബാത്റൂം ഡോറില്ല, ഒന്നില്ലാണ്ട് ഇങ്ങനെയൊക്കെ ബാത്റൂം. ഇതാണ് ബാത്റൂം ഈ വീട്. അപ്പൊ ഇവിടെ എങ്ങനെയാ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ കുളിക്കുന്നതൊക്കെ? ഇങ്ങനെ തന്നെ കുളിക്കുക. 2016-2017 അഗളി ഗ്രാമപഞ്ചായത്ത് അവര് കൊടുത്തതാണ്. വളരെ മോശമാണ്. അതെ, പെൺകുട്ടി ഇരിക്കുന്ന വീടല്ലേ? അതെ, അതെ, ഉറപ്പായിട്ടും. 2 സ്ത്രീകളുള്ള വീടാണ് എന്നുള്ളതാണ്. അപ്പോഴും ഒരു ഡോറ് പോലും ഇല്ലാത്ത ഒരു ബാത്റൂമാണ് ഈ വീടിനോട് ചേർന്നിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ആ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് നിൽക്കാനുള്ള സൗകര്യം പോലും കൃത്യമായിട്ടില്ല. രാത്രി കാലങ്ങളിൽ വരെ അവർക്ക് ഇവിടെയാണ് കുളിക്കേണ്ടി വരുന്നത്. അപ്പോ ഈ 2016-17 കാലഘട്ടത്തിൽ അഗളി ഗ്രാമപഞ്ചായത്ത് കൊടുത്തതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള സൗകര്യം, ഒരു ഡോറ് പോലും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഒരു ബാത്റൂം കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി താമസിക്കുന്ന ഒരു വീടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പാസ്സായി വന്ന വീടാണ്. പക്ഷെ ആരോ തട്ടിപ്പറിച്ചെന്ന് ആൾക്കാരോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വീടേ കിട്ടിട്ടില്ല മേഡം. കിട്ടിട്ടില്ല. വേറെ മുളകേല വന്ന ഇങ്ങനെയാണ് മേഡം. ഈ കവറൊക്കെ വെച്ചിട്ട് അകത്തും കയറുന്നില്ല. പക്ഷെ എനിക്കൊരു മോളുണ്ട്. പക്ഷെ മോൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ വീടിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഈ മോള് എവിടെയാ ഉറങ്ങുന്നതൊക്കെ? ഇതാ ഈ മിറ്റത്തിൽ തന്നെ. അകത്ത് കയറുന്നില്ല. അത് എപ്പ താഴെ വീഴുന്ന അറിയില്ല. അപ്പൊ എല്ലാരും ഇവിടെ ഇവിടെ തന്നെ. ഇതിന് മഴ പെയ്ത ഇതിന് മൊത്തം ഒഴുകെ വെള്ളം വരും. അതിന് വെച്ചോണ്ടാണ് ഇവിടെ ഓടുന്നത്. പക്ഷെ വേറെ വീടില്ല ഞങ്ങൾക്ക് പോവാൻ. പോവാൻ. പഞ്ചായത്തിൽ ചോദിക്കുമ്പോ എന്താ പറയുന്നേ? പഞ്ചായത്തിൽ ചോദിക്കുമ്പോ എന്ത് പറയാ, ലക്ഷ്മി മിഷന് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ വീട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട് കിട്ടുന്നില്ല മേഡം. പക്ഷെ ഇത്ര എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വീടേ കിട്ടുന്നില്ല. ഈ ബാത്റൂമിനൊന്നും എന്താ വാതിലൊന്നും ഇല്ലാത്ത? അത് വെക്കുമ്പോ തന്നെ അങ്ങനെയാണോ? അപ്പൊ അത് വെച്ച് തരുമ്പോ അവരോട് ചോദിച്ചില്ലേ? ഇല്ല, പൈസ തികഞ്ഞിട്ടില്ലാന്ന്. പൈസ തരില്ലെന്ന് പറഞ്ഞു. വെച്ചില്ല. അപ്പൊ എങ്ങനെയാ രാത്രി നേരത്തൊക്കെ കുളിക്കുന്നൊക്കെ എങ്ങനെയാ? പണി ഇവിടെ അല്ല കുളിക്കുന്നത്. പുറത്താ കുളിക്കുന്നത്. മോളോ? മോളും അങ്ങനെ തന്നെയാണല്ലേ. അമ്മക്ക് എത്ര വയസ്സായി? 70 വയസ്സായി. എന്താ പേര്? ദേശി. ദേശി എന്നാണ് പേര്. എത്രയായി ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? 2-3 കൊല്ലായി. 2-3 കൊല്ലായിട്ട് ഈ വീടിന്റെ അവസ്ഥ തന്നെയാണ്. ഇത് 8-9 വർഷമായിട്ട് ഈ വീട് കിട്ടിയിട്ട്. അപ്പൊ ഈ വീട് പൂർത്തിയായിട്ടില്ല. ഇപ്പൊ റിപ്പയർ കഴിഞ്ഞ് കൊടുത്തിട്ടും ആ പൈസയും കിട്ടുന്നില്ല. ഓ, അപ്പൊ ഇവിടെ മെമ്പർമാരും ഒന്നും പഞ്ചായത്തൊന്നും ആരും വരാറൊന്നുമില്ല? ആരും വന്ന് നോക്കിയില്ല. ഈ വീട്ടില് വേറെ ആരാ ഉള്ളേ? വേറെ ആരുമില്ല, ഞാൻ മാത്രം. അമ്മ ഒറ്റയ്ക്കാ താമസിക്കുന്നേ? ഓ, അപ്പൊ ഭക്ഷണൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുക? ഇവിടെ ഉണ്ടാക്കും. ഇതിനുള്ളിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഓ, പരാതിയൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലെ? ആരോട് പരാതി പറയുന്നത്? മെമ്പർ പറഞ്ഞ മെമ്പർക്ക് പരാതി കൊടുക്കാം. അവൻ തിന്നു പോലെ നോക്കുന്നില്ല. പുറമോട്ട് അവൾക്ക് വീടിന്റെ കാര്യമോ എനിക്ക് അറിയില്ല, നോക്കാനില്ല. എനിക്ക് എന്റെ പുറമോട്ട് പണിയായിട്ട് ഞാൻ പോകുന്നുണ്ട് ആവാണ്. ഓ, അങ്ങനെ പറയും. അങ്ങനെ പറയുകയാണ്. ഈ വീടിന്റെ കാര്യമൊക്കെ ഞാനില്ലേ. ഗവൺമെന്റ് വീടിക്ക് ഞാനില്ല. ഞാൻ എന്റെ തൊഴിൽ
എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകും, ഞാൻ പറഞ്ഞു പോകാം. അങ്ങനെ പറഞ്ഞിട്ട് പൊഴിഞ്ഞു പോവാ അല്ലെ? ആ അങ്ങനെ പറഞ്ഞിട്ട് അവ വീണ് പോകാറ്. സുനിൽ മെമ്പർ. സുനിൽ മെമ്പർ. ഓ. അപ്പൊ ആ മെമ്പർ ഇവിടെ വന്ന് നോക്കിയതാ. വരില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ അവ ഇങ്ങോട്ട് കയറി വന്ന് നോക്കിയിട്ടേ ഇല്ല. ഇവിടെ എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് അവ പറഞ്ഞിട്ടുമില്ല. ഞങ്ങളൊരു പാവപ്പെട്ട ആദിവാസാണ്. നിങ്ങളെ കൊണ്ട് സ്വന്തം പൈസ കൊടുത്ത് ഞങ്ങൾ വീട് കെട്ടാൻ പറ്റുമോ മേഡം? ഏതെങ്കിലും ഗവൺമെന്റ് തന്നാലേ നിങ്ങൾക്ക് വീട് കെട്ടാൻ പറ്റും. അവർ ഇങ്ങനെ പറഞ്ഞ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം മേഡം? പഞ്ചായത്തിൽ പണിയുണ്ട്, അവിടെ 10 രൂപ പൈസ കിട്ടും. അതും കൊണ്ട് ഗവൺമെന്റ് വന്ന് മൂടി കിടക്കും. നോക്കാത്ത ആൾക്കാരെ നാം എന്ത് കാട്ടാൻ പറ്റും? അതിദാരിദ്ര്യ വിമുക്തമായ കേരളം അത് സർക്കാരിന്റെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളികളും. പക്ഷേ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇവരുടെ എല്ലാം കഷ്ടപ്പാടുകളും ഇവരുടെ എല്ലാവരുടെയും അവസ്ഥയും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് വോട്ട് ലഭിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ നാടകം അവസാനിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്. അതിദാരിദ്ര്യ വിമുക്തമായ കേരളത്തെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇന്നും ഓരോ മലയാളികളും ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വള്ളിച്ചേച്ചിയുടെയും രംഗൻ ചേട്ടന്റെയും അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വള്ളിച്ചേച്ചിമാരും രംഗൻ ചേട്ടന്മാരും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യ വിമുക്തമായ കേരളത്തെ നിങ്ങൾ ആഘോഷിച്ചുകൊള്ളൂ, നിങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചോളൂ. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ വരണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. ക്യാമറാമാൻ വിഷ്ണു വേണുവിനും അഖിരാജിനുമൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് ശില്പ ശിവ.